മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തൃശൂർ നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെതിരെ KPCC നേതൃത്വത്തിന് പരാതി. മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിനെ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടിക നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടികയാണ് പരാതി നൽകിയത്. ജോസ് വള്ളൂരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം സുനിൽ ലാലൂരിനെതിരെ ജോസ് വള്ളൂർ അനുകൂലികൾ കടുത്ത സൈബർ ആക്രമണമാണ് നടത്തുന്നത്. സുനിൽ പരാജയം ഉറപ്പിച്ചെന്നും അതിനായി മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ജോസ് വള്ളൂർ അനുകൂലികൾ ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇന്നലെ തന്നെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് സുനിൽ ലാലൂർ ജോസ് വള്ളൂരിനെതിരെ ഉന്നയിച്ചിരുന്നത്. അത് ബി ജെ പിയുടെ സീറ്റ് CC മുകുന്ദന് നേടിക്കൊടുത്തത് ജോസ് വള്ളൂരാണോ എന്ന അർത്ഥത്തിൽ കൂടി അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയും ചില ആരോപണങ്ങളുമായിരുന്നു ഇന്നലെ ഉന്നയിച്ചിരുന്നത്. നമ്മളോട് അദ്ദേഹം ടെലിഫോൺ സംഭാഷണത്തിലും അത് പറയുകയും പിന്നീട് നേരിട്ട് നമ്മുടെ വൈറ്റായി അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നിലവിൽ KPCC പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ ഷാമിന് 10 വർഷത്തിന് ശേഷം തൃശ്ശൂരിൽ വലിയ മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിനുള്ളിലെ കലഹം ഇന്നലെ പുറത്തു വന്നത് വാർത്തയായിരുന്നു. വലിയ തരത്തിൽ അത് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ UDFിൻ്റെ നാട്ടികയിലെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള DCC ഭാരവാഹി കൂടിയായിട്ടുള്ള സുനിൽ ലാലൂരിനെതിരെ ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ തന്നെ നേരിട്ട് KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് വള്ളൂരിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ് സുനിൽ ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും സ്ഥാനാർത്ഥിക്കെതിരെ കർശനമായ പരിശോധനകൾ വേണമെന്നുമുള്ളതാണ് ഷൈൻ നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റേതായിട്ടുള്ള പരാതി KPCC പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ പരാതി നൽകിയത്. ഈ പരാതി KPCC പ്രസിഡന്റ് അത് പുറത്തുവിടരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി ഷൈൻ നാട്ടികയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം സുനിൽ ലാലൂരിനെതിരെ നടപടിയെടുക്കണം. ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ബോധപൂർവം ജോസ് വള്ളൂരിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റ് പരാതി കൈപ്പറ്റിയിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ രഹസ്യ വിവരങ്ങൾ അതേപടി സൂക്ഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഷൈൻ നാട്ടികയ്ക്കും അടക്കം നൽകിയിരിക്കുന്നത്. അതേസമയത്ത് തന്നെ മറുവശത്ത് സുനിൽ ലാലൂരിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ജോസ് വള്ളൂർ അനുകൂലികളായ കോൺഗ്രസ് നേതാക്കളുടെയും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അടക്കമുള്ള ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നാട്ടികയിൽ പരാജയം ഉറപ്പിച്ച ആളാണ് സുനിൽ ലാലൂർ. പകുതിയിലേറെ സർവേകളിലും സുനിൽ നാട്ടികയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുവരുത്തിയിട്ടും മത്സരിക്കാൻ അവസരം നൽകുകയും അതിനുശേഷം പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ബോധപൂർവം കരിവാരി തേൽക്കാനുള്ള ശ്രമമാണ് സുനിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ ജില്ലയിലെ തന്നെ പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, കോൺഗ്രസ് നേതാവ് തന്നെയാണ് സുനിലിന് പിന്നിലുള്ളത് എന്നുള്ളതും സൈബർ ആക്രമണങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന പോസ്റ്റുകളിലൂടെയും മറ്റും ആരോപിക്കുന്നുണ്ട്. CC മുകുന്ദനുമായി ജോസ് വള്ളൂർ ചർച്ച നടത്തിയത് KPCC നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ജോസ് വള്ളൂർ ചർച്ച നടത്തിയത്. ആ കാര്യം അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ സുനിലിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. നാട്ടികയിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം സുനിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് മറച്ചു പിടിച്ചുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് ആ തോൽവിയുടെ ഭാരം മറ്റുള്ള ആളുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്നുള്ളതാണ് കടുത്ത ഭാഷയിലും അല്ലാതെയുമുള്ള വിമർശനങ്ങൾ. ഒരു രാഷ്ട്രീയ സഭ്യതയ്ക്ക് നിരക്കാത്ത നിലയിലുള്ള പ്രത്യാരോപണങ്ങളും ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുമെല്ലാം ഇത്തരത്തിൽ സുനിലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവർ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥികളും തമ്മിൽ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത്, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ തമ്മിൽ കടിച്ചു കീറുന്ന നിലയിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെയാണ് ഈ വിഷയത്തെ ചൊല്ലി ഉണ്ടാകുന്നത്. ഏതായാലും ജോസ് വള്ളൂരും പിന്നീട് സുനിൽ ലാലൂരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്യാമിലി.